എല്ലാവർക്കും നമസ്കാരം. ഒരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ സാധാരണ എല്ലാവരും പേടിക്കും, അല്ലേ? പക്ഷേ അതിനെ ഒരു ഭീഷണിയായി മാത്രം കാണേണ്ടതുണ്ടോ? ചിലർക്ക് അതൊരു വലിയ അവസരമാണ്. അപ്പോ ഈ അവസരങ്ങളെ എങ്ങനെ നമുക്ക് മുതലെടുക്കാം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിന്റെ ഒരു പഠനം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ ഏകദേശം 17% പബ്ലിക് കമ്പനികളും ശരിക്കും പറഞ്ഞാൽ തകർന്നുപോകും. ഒന്നുകിൽ അവർ പാപ്പരാകും, അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏതാണ്ട് 1/6 കമ്പനി ഇല്ലാതാകുന്നു. അത് ശരിക്കും പേടിപ്പെടുത്തുന്നൊരു കണക്ക് തന്നെയാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. അതിന്റെ നേരെ മറുവശം കൂടിയുണ്ട്. അതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ്. വെറും 9% കമ്പനികളുണ്ട്. അവർ ഈ മാന്ദ്യത്തെ അതിജീവിക്കുക മാത്രമല്ല, അതിൽ നിന്ന് കൂടുതൽ ശക്തിയോടെ പുറത്തുവരും. മാന്ദ്യം കഴിയുമ്പോഴേക്കും അവരുടെ എതിരാളികളെക്കാൾ കുറഞ്ഞത് 10% അധികം സെയിൽസും പ്രോഫിറ്റും അവരുണ്ടാക്കിയിരിക്കും. അതായത് അവർ വെറുതെ പിടിച്ചു നിൽക്കുകയല്ല, ഈ പ്രതിസന്ധിയെ ഒരു ചവിട്ടുപടിയാക്കി മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് ഈ 9% മാത്രം ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത്? എന്താണ് അവരുടെ വിജയരഹസ്യം? അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു സാമ്പത്തിക മാന്ദ്യമെന്ന് പറയുന്നത് ഒരു തരം വഴിത്തിരിവ് പോലെയാണ്. ഒരു നിമിഷം അവിടെ വെച്ച് കമ്പനികൾ 2 വഴികളിലായി പിരിയും. അവിടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് വിജയികളെയും പരാജിതരെയും ഉണ്ടാക്കുന്നത്. ചിലര് ആ സമയത്ത് തളർന്നു പോകുമ്പോൾ മറ്റു ചിലർ അതിൽ നിന്ന് വളർന്നുവരും. ആ വ്യത്യാസത്തിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഈ കാണുന്ന ചാർട്ട് നോക്കൂ. ഇതാ വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നുണ്ട്. മാന്ദ്യത്തിനു വേണ്ടി തയ്യാറെടുത്ത കമ്പനികൾ അവരുടെ ശരാശരി 17% വളർച്ചയാണ് നേടുന്നത്. അതേസമയം ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഇതിനെ നേരിടുന്നവരോ വെറും 4% ഒതുങ്ങിപ്പോവുകയാണ്. ഇത് കാണിച്ചു തരുന്നതെന്താ? മാന്ദ്യകാലത്ത് നമ്മളെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും നമ്മുടെ കമ്പനിയുടെ ഭാവിയെ എത്രത്തോളം സ്വാധീനിക്കും എന്നതിന്റെ ഒരു നേർചിത്രമാണിത്. അപ്പോ ആ 2 വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അതിജീവനത്തിന്റെ പാത. അതായത് പ്രശ്നം വരുമ്പോ പ്രതികരിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തേത് അഭിവൃദ്ധിയുടെ പാത. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റുന്നത്. ഭൂരിഭാഗം ആളുകളും ആദ്യത്തെ വഴിയാണ് തെരഞ്ഞെടുക്കാറ്. അപ്പൊ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. വെറുതെ പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോൾ ഒരുപാട് കമ്പനികൾക്ക് ചില സാധാരണ തെറ്റുകൾ പറ്റാറുണ്ട്. എന്തൊക്കെയാണ് അബദ്ധങ്ങളെന്ന് നോക്കാം. ഇവരാദ്യം ചെയ്യുന്നതെന്താന്നോ? സർവൈവൽ മോഡിലേക്ക് മാറും. പിന്നെ കണ്ണും പൂട്ടി എല്ലായിടത്തും പണം വെട്ടിക്കുറയ്ക്കും. ഏറ്റവും എളുപ്പമുള്ള വഴി ആളുകളെ പിരിച്ചുവിടുക എന്നതാണല്ലോ. അതിലൊരുപാട് ആശ്രയിക്കും. ഇത് ജീവനക്കാരുടെ ആത്മവിശ്വാസം തകർക്കുമെന്നോ പിന്നീട് നല്ല ആളുകളെ കിട്ടാൻ എന്ത് ചെലവ് വരുമെന്നോ ഒന്നും ആലോചിക്കില്ല. പിന്നെ എല്ലാ തീരുമാനങ്ങളും ടോപ്പ് ലെവലിലൊതുക്കും. താഴെത്തട്ടിലുള്ളവർക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കില്ല. ഏറ്റവും പ്രധാനമായി റിസർച്ച്, മാർക്കറ്റിംഗ് ഇതുപോലുള്ള ഭാവിയിലേക്കുള്ള എല്ലാ നിക്ഷേപങ്ങളും അങ്ങ് നിർത്തും. ആദ്യം കുറച്ച് മടിച്ചു നിൽക്കും, പിന്നെ പേടികൂടി എന്തൊക്കെയോ കാണിച്ചുകൂട്ടും. ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ ശരിയാണെന്ന് തോന്നാം. പക്ഷേ സമ്പദ്വ്യവസ്ഥ തിരിച്ചു കയറുമ്പോൾ കുതിക്കാനുള്ള ഊർജ്ജമാണ് ഇവരെ സ്വയം ഇല്ലാതാക്കുന്നത്. ശരി, അപ്പൊ തോൽക്കുന്നവരുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആ വിജയികളായ 9%ത്തിലേക്ക് വരാം. അവരെന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? അവരുടെ തന്ത്രം ഒരൊറ്റ വാക്കിൽ പറയാം: ബാലൻസ്. അതെന്താണെന്ന് നോക്കാം. ഇതാണ് അവരുടെ മാജിക് ഫോർമുല. അവർ ഒരേ സമയം ഡിഫൻസും കളിക്കും, ഒഫൻസും കളിക്കും. അതായത് ഒരു വശത്ത് പ്രതിരോധിച്ച് കമ്പനിയെ സുരക്ഷിതമാക്കും, അതേസമയം തന്നെ മറുവശത്ത് ആക്രമണപരമായി ഭാവിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും. ഇതൊരു വടംവലി പോലെയാണ്. ഒരറ്റത്ത് പ്രതിരോധം, മറ്റേ അറ്റത്ത് വളർച്ച. ഈ രണ്ടറ്റവും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് യഥാർത്ഥ വിജയം കിടക്കുന്നത്. അപ്പോ ഈ ഡിഫൻസ് എങ്ങനെയാണ് കളിക്കുക? ഒന്നാമത്തെ കാര്യം സാമ്പത്തികമായി ഫിറ്റാവുക എന്നതാണ്. മാന്ദ്യം വരുന്നതിനു മുൻപ് തന്നെ കടങ്ങളൊക്കെ കുറയ്ക്കുക. കയ്യിൽ ആവശ്യത്തിന് പണം ഉറപ്പുവരുത്തുക. ആർക്കൊക്കെ കടം കൊടുക്കുന്നു എന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. സ്റ്റോക്കൊക്കെ കുറച്ച് പ്രവർത്തന മൂലധനം ഒപ്റ്റിമൈസ് ചെയ്യണം. ഒരു നല്ല ഉദാഹരണമാണ് ആമസോൺ. 2000-ലെ .com ബബിൾ പൊട്ടുന്നതിന് തൊട്ടുമുമ്പ് അവര് ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിച്ചു. ആ ഒരൊറ്റ മുൻകരുതൽ മതിയായിരുന്നു അവർക്ക് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനും വളരാനും. അപ്പോ കൊടുങ്കാറ്റ് വരുന്നതിനു മുൻപേ കപ്പൽ സുരക്ഷിതമാക്കുക. അതാണ് ആദ്യത്തെ പടി. ചെലവ് ചുരുക്കുന്നതിലുമുണ്ട് ഒരു രീതി. വിജയികൾ ചെയ്യുന്നത് ഒരു സർജന്റെ കൃത്യതയോടെയാണ്, അല്ലാതെ കിട്ടിയതെല്ലാം വെട്ടിമുറിക്കുകയല്ല. മരം മുഴുവനും മുറിക്കുന്നതിനു പകരം ഉണങ്ങിയ ചില്ലകൾ മാത്രം മുറിച്ചു മാറ്റുന്നതുപോലെ. കൂട്ടത്തോടെ ആളുകളെ പിരിച്ചുവിടുന്നതിനു പകരം കാര്യക്ഷമത എങ്ങനെ കൂട്ടാം എന്നാണവർ നോക്കുന്നത്.
ഹണിവെല്ലിന്റെ കാര്യം തന്നെ എടുക്കാം. അവര് ഫേർലോ, അതായത് ശമ്പളമില്ലാത്ത അവധി നൽകി ഏകദേശം 20,000 ജോലികളാണ് സംരക്ഷിച്ചത്. ഓക്കെ, ഡിഫൻസ് സെറ്റായി. ഇനിയിപ്പോ കളി അറ്റാക്കിങ്ങിലേക്കാണ്. മറ്റെല്ലാവരും പേടിച്ച് പതുങ്ങിയിരിക്കുമ്പോൾ ഇവരെ അവസരങ്ങൾ തേടിയിറങ്ങും. ഉദാഹരണത്തിന് 2001 വരുമാനം 33% ഇടിഞ്ഞപ്പോഴും ആപ്പിൾ അവരുടെ റിസർച്ചിനുള്ള പണം 13% കൂട്ടി. അതേ വർഷം 9/11 ആക്രമണം കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ കാർണിവൽ ക്രൂയിസ് അവരുടെ ഒരു പ്രധാന എതിരാളിയെ വാങ്ങാൻ ശ്രമം തുടങ്ങി. പിന്നെ 2003 ആപ്പിൾ ഐട്യൂൺ സ്റ്റോർ തുടങ്ങി. അത് ചരിത്രമായി. ചുരുക്കി പറഞ്ഞാൽ മാന്ദ്യകാലം എന്നു പറയുന്നത് വിലപേശാനുള്ള ഏറ്റവും നല്ല സമയമാണ്. ഇവരിത് ശരിക്കും മുതലാക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പുതിയ ടെക്നോളജിയൊക്കെ പരീക്ഷിക്കാൻ ഏറ്റവും നല്ല സമയം മാന്ദ്യകാലമാണെന്ന്? കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നടപ്പിലാക്കാനും ജീവനക്കാർക്ക് ധാരാളം സമയം കിട്ടും. നല്ല തിരക്കുള്ള സമയത്ത് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാൻ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒന്നാലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ഈ സമയത്തെ നിക്ഷേപം ഭാവിയിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണ്. ഇനി ഈ പറഞ്ഞ തന്ത്രങ്ങളൊക്കെ വെറുതെ പേപ്പറിൽ എഴുതി വച്ചാൽ പോരല്ലോ. ഇതൊക്കെ നടപ്പിലാക്കാൻ ധൈര്യവും കഴിവുമുള്ള ഒരു ലീഡർ വേണം. പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകാതെ അതിനെ നേരിടാനുള്ള ആ ഒരു മനക്കരുത്തിലെ, അതിനെയാണ് നമ്മൾ റെസീലിയൻസ് എന്ന് പറയുന്നത്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ, ഓക്കെ, ഇത് സംഭവിച്ചു, ഇനി എന്തു ചെയ്യാം എന്നതിലേക്ക് ഫോക്കസ് മാറ്റാനുള്ള കഴിവാണ്. ഇതാർക്കും ജന്മനാ കിട്ടുന്ന ഒന്നല്ല കേട്ടോ, ആർക്കും പരിശീലിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനെ സഹായിക്കുന്ന ചില ചിന്താരീതികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ അവസ്ഥയിൽ എന്റെ കൺട്രോളിൽ എന്തൊക്കെയുണ്ട്? മാർക്കറ്റ് മോശമാണെന്നോ മഴ പെയ്തെന്നോ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് മാറ്റാൻ കഴിയുന്ന, നമുക്ക് നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ആ ഒരൊറ്റ ചിന്ത മതി നിങ്ങളെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ. അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും? ആരെ കുറ്റപ്പെടുത്താമെന്ന ചിന്ത മാറ്റിവെച്ചിട്ട് എന്റെ ഏത് പ്രവൃത്തിയാണ് ഈ സാഹചര്യത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരിക എന്നാലോചിക്കുക. ഇത് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അവസാനമായി 2 കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. ഒന്ന്, ഈ പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഡാമേജ് എങ്ങനെ പരമാവധി കുറയ്ക്കാം. 2, ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്കിപ്പോൾ തന്നെ വെക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് എന്താണ്? ഒരു വലിയ മല ഒറ്റയടിക്ക് കയറാൻ നോക്കരുത്. അടുത്ത ചുവട് എവിടെ വെക്കണം എന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. ശരി, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം ഓർത്തുവെക്കാൻ എളുപ്പത്തിന് ഒരു പ്ലേബുക്ക് പോലെ ആക്കിയാലോ? പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ്. ഓർത്തുവെക്കാൻ 5 കാര്യങ്ങൾ. 1. സാമ്പത്തികം ഭദ്രമാക്കുക. നേരത്തെ തന്നെ കടം കുറച്ച് കയ്യിൽ കാശുവെക്കുക. 2. ചെലവ് ചുരുക്കുന്നത് സർജറി പോലെ കൃത്യമായി ചെയ്യുക. 3. തീരുമാനങ്ങൾ എടുക്കാൻ പ്രാദേശിക മാനേജർമാർക്ക് അധികാരം നൽകുക. 4. അറ്റാക്ക് ചെയ്യാൻ മറക്കരുത്. ടെക്നോളജിയിലും നല്ല ആളുകളിലും നിക്ഷേപിക്കുക. 5. മാനസികമായി ശക്തരാവുക. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും വേണ്ടി ആ റെസിലിയൻസ് വളർത്തിയെടുക്കുക. ഈ 5 കാര്യങ്ങളാണ് വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പറഞ്ഞു വന്നതിന്റെ എല്ലാം സാരം ഇത്രയുള്ളൂ. ഏറ്റവും മികച്ച കമ്പനികൾ കൊടുങ്കാറ്റ് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ മാത്രമല്ല നോക്കുന്നത്. അവര് ആ കാറ്റിനെ തന്നെ ഉപയോഗിച്ച് അവരുടെ പായ്വഞ്ചി കൂടുതൽ വേഗത്തിലോടിക്കും. അതാണ് പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റുക എന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്: അടുത്ത സാമ്പത്തിക മാന്ദ്യം വരുമോ എന്നല്ല ചോദ്യം, എപ്പോൾ വരും എന്നുമാത്രമാണ്. അങ്ങനെയൊന്ന് വരുമ്പോൾ നിങ്ങൾ ഏതു പാതയായിരിക്കും തിരഞ്ഞെടുക്കുക? വെറുതെ പിടിച്ചു നിൽക്കുന്ന ഭൂരിപക്ഷത്തിന്റെ കൂടെയോ അതോ ഈ കാറ്റിനെ അവസരമാക്കി കുതിക്കുന്ന ആ 9% കൂടെയോ? തീരുമാനം നിങ്ങളുടേതാണ്.